UDF ഭൂരിപക്ഷമുള്ള അലയമൺ പഞ്ചായത്തിൽ LDF അംഗം പ്രസിഡന്റായി. പട്ടികജാതി സംവരണമായിരുന്നു പ്രസിഡന്റ് സ്ഥാനം. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ UDFൽ ആളില്ലാതിരുന്നതാണ് LDFന് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കാൻ കാരണം. അലയമൺ ഗ്രാമപഞ്ചായത്തിൽ പട്ടികജാതി ജനറൽ സംവരണമായിരുന്നു പ്രസിഡന്റ് സ്ഥാനം. കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ UDFൽ ആളില്ലായിരുന്നു. ഇതിനിടയിൽ സ്വന്തം പേര് അലയമൺ തെക്കേ ഭാഗം വാർഡിൽ നിന്നും വിജയിച്ച CPMലെ S ആനന്ദ് നിർദ്ദേശിച്ചു. മത്സരിക്കാൻ മറ്റാരും ഇല്ലാതായതോടെ നിർദ്ദേശം അംഗീകരിച്ച വരണാധികാരി ആനന്ദിനെ അലയമൺ ഗ്രാമപഞ്ചായത്തിന്റെ 19ാമത് പ്രസിഡന്റായി പ്രഖ്യാപിക്കുകയായിരുന്നു. അലയമൺ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആനന്ദ് S എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടെയും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന്. നാടിന്റെ വികസനത്തിന് എല്ലാവിധമായ പ്രവർത്തനവും നടത്തുമെന്നും പാർട്ടിയും മുന്നണിയും ജനങ്ങളും ഏൽപ്പിച്ച ഉത്തരവാദിത്തം കൃത്യതയോടെ നടപ്പാക്കുമെന്നും S ആനന്ദ് പ്രതികരിച്ചു. അലയമൺ ഗ്രാമപഞ്ചായത്തിലെ 3ാം വാർഡായ തെക്കേ ഭാഗത്തു നിന്നും LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ആനന്ദ് S ഞാൻ ഇന്ന് അലയമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. പാർട്ടിയും മുന്നണിയും ഏൽപ്പിച്ച കാര്യങ്ങൾ എന്നെ കൃത്യമായി നിർവഹിക്കുകയും അലയമൺ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ അലയമണിൻ്റെ വികസനങ്ങളിൽ ഞാൻ മുൻപന്തിയിൽ തന്നെ നിൽക്കുമെന്നും ഉറപ്പു നൽകുന്നു. ഇവിടെ ഇരിക്കുന്ന ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഭൂരിപക്ഷം ആളുകളും വളരെ പ്രഗത്ഭരും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഭരണത്തിൽ നല്ല തഴപ്പവും പഴപ്പവും ചെന്ന ആളുകളാണ്. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷന് നിങ്ങളുടെ എല്ലാ ആളുകളുടെയും പിന്തുണ. ന്യൂസ് ബ്യൂറോ, കൊല്ലം.